പഠിച്ചാൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എന്നുള്ള പേരൊക്കെ അറിയോ? എന്താ അങ്ങനെ പറഞ്ഞേ? ഒരു കൊല്ലായിട്ടുണ്ടാവും ഈ പെരയിൽ കുറച്ച് വെളിച്ചെണ്ണ. എന്താ ഇപ്പൊ അടുക്കളയുള്ള സാധനങ്ങളിൽ ഫുള്ള് മായ. ഇനിയിപ്പൊ അവനാന്റെ പെരേന്നും കൂടെ ഒന്നും വിശ്വസിച്ചിടാൻ പറ്റും തോന്നുന്നില്ല. അടുക്കളയില് മായ? ഇജിപ്പോ എന്താ പറയണത്? എന്റെ പൊന്നാരാശയൊക്കെ അടുക്കളയുള്ള മുളകുംപൊടി, മഞ്ഞപ്പൊടി, ചായപ്പൊടി എന്ത് പൊടി എടുത്ത് നോക്കിയാലും ഇപ്പൊ മൊത്തം മായാണ് അത്ര. നമ്മൾ എന്താ ഇപ്പൊ തിന്നുക? ഇജിപ്പോ ഈ പറയുന്ന പൊടികളിൽ മാത്രമൊന്നും ഉള്ളത് വെളിച്ചെണ്ണയില്, ഓയില് അങ്ങനെ നോക്കണെങ്കിൽ നമുക്കൊരു പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റൂല. നല്ല പഠിച്ചാൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എന്നുള്ള പേരൊക്കെ അറിയോ? എന്താ അങ്ങനെ പറഞ്ഞേ? ഒരു കൊല്ലായിട്ടുണ്ടാവും ഈ പെരയിൽ കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ട്. ₹2 വെളിച്ചെണ്ണക്ക് കൂടിയെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വെളിച്ചെണ്ണ നിർത്തിയതാ. ഈ ഓയിൽ ഇങ്ങനെ തിന്നുന്നത് ഇത്ര നല്ലതാണെന്ന് നിങ്ങൾ വിചാരം? ₹2 ഇവിടെ ലാഭം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി പൈസ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കേണ്ടി വരും. എനിക്കിപ്പോ എന്താ വേണ്ടേ? നല്ല മുളകും പൊടി വെളിച്ചെണ്ണൊക്കെ വേണം. ₹2 കൂടിയാലും വേണ്ടില്ല, എനിക്ക് കഴിഞ്ഞ തരജ് വായോ. സ്വന്തം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മായവും കലർപ്പും ഒന്നും ഇല്ലാതെ ശുദ്ധമായ വെളിച്ചെണ്ണയും മറ്റു മുളക് പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയ ഐറ്റംസ് ഒക്കെ കൊടുക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് 10 വർഷമായിട്ട് തന്റെ വീട്ടിൽ ചെയ്യുന്ന സംരംഭം ഇന്നതേ ഒരു ഷോപ്പായിട്ട് മാറിയിരിക്കാട്ടോ. അതേടോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജാസ് നാനോ കോക്കനട്ട് ഓയിൽ ആൻഡ് ഫുഡ്സിനെ പറ്റിയിട്ട് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ തേങ്ങ മുതൽ ഇതായി വെളിച്ചെണ്ണ ആവുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സിംഗും ഇവിടെ വെച്ചിട്ട് തന്നെ ആട്ടോ ചെയ്യുന്നത്. അതിന് ഓരോന്നിനായിട്ടുള്ള മെഷീൻസും ഇവിടെ ഉണ്ട്. കൂടാതെ ഒരു മായവും ചേർക്കാതെ ശുദ്ധമായിട്ടുള്ള അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. ഇനിയിപ്പോ ഇതൊന്നും കൂടാതെ ഉണക്ക കപ്പയും എള്ളെണ്ണയും തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വിശ്വസിച്ച് വാങ്ങാട്ടാ. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് അത്താണിപ്പടി മദ്രസയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.